തിരിച്ചെത്തുന്ന വാർത്തയിലേക്ക് നമുക്ക് മലബാർ മേഖലയിലേക്ക് പോകാം. അവിടെ വെസ്റ്റ് നൈൽ ആശങ്ക. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി ഇതേവരെ 10 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മേഖല ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. ഇപ്പോൾ 10 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് ചികിത്സാ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്? പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഊർജിതമാണ്? ഫിജി, ഒരു മഴക്കാലം എത്തുന്നതിന് മുന്നേ തന്നെ ഈ വെസ്റ്റ് നൈൽ പോലുള്ള രോഗങ്ങൾ മലബാർ മേഖലയിലടക്കം പടരുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 10 പേർക്കാണ് ഈ വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ചത്. അതിൽ പ്രധാനമായും 4 പേർ കോഴിക്കോട് ജില്ലക്കാരാണ്. മറ്റുള്ളവർ മലപ്പുറം ജില്ലകളിലായിട്ടാണ് ഈ രോഗ സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത്. പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ ഒരു സ്രവങ്ങളടക്കം പരിശോധിക്കുകയും അതുവഴിയാണ് ഇത് വെസ്റ്റ് നൈൽ രോഗമാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയാനുള്ളത് 2 പേർ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വെസ്റ്റ് നൈൽ രോഗം ബാധിച്ച 2 പേർ മരിച്ചു എന്നുള്ളതാണ്. അതിൽ ഇവർക്ക് വെസ്റ്റ് നൈൽ രോഗം തന്നെയാണോ ഒരു മരണകാരണം എന്നുള്ളത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. സ്വകാര്യ ആശുപത്രിയിൽ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് 2 പേരും ചികിത്സയിലായിരുന്നു. അവരാണിപ്പോൾ മരിച്ചിട്ടുള്ളത്. അതിൽ ഈ വെസ്റ്റ് നൈൽ രോഗം തന്നെയാണോ ഈ മരണകാരണം എന്നുള്ള ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല, ഇതിൽ 10 പേർക്കും ഒരു വെസ്റ്റ് നൈൽ രോഗം തന്നെയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു മസ്തിഷ്ക ജ്വരത്തിന്റെ ഒരു സാമ്യമുള്ള രോഗമായതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യം ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നവർക്കൊക്കെ ഈ മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗ പ്രതിരോധ മരുന്നുകളൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ തുടർ പരിശോധനകൾക്ക് ശേഷമാണ് ഇത് വെസ്റ്റ് നൈൽ രോഗമാണ് എന്നുള്ള ഒരു സ്ഥിരീകരണവും അറിയിപ്പും ഒക്കെ ഉണ്ടായത്. ഇത് ഇനിയുള്ള ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം ഒരു കരുതൽ എന്ന് പറയുന്നത് ഇനി അത് കൂടുതൽ ആളുകളിലേക്ക് പടരാതിരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് പടരുന്ന രീതിയിലുള്ള ഒരു രോഗമല്ല. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ആശങ്ക കുറയ്ക്കുന്നുണ്ട്. ക്യുലക്സ് കൊതുകുകളിൽ നിന്ന് മറ്റൊരു കൊതുകുകളിലൂടെയാണ് ഇത് പടരുന്നത്. അതായത് ക്യുലക്സ് കൊതുകുകൾ മറ്റു മൃഗങ്ങളെയോ മറ്റോ ഈ രോഗം ബാധിച്ച മൃഗങ്ങളെയോ മറ്റോ കടിക്കുകയും അതുവഴി ആ കൊതുക് മനുഷ്യരിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യരെ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന, അങ്ങനെയാണ് ഈ രോഗം പടരുന്നത്. മറ്റ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന ഒരു സാഹചര്യമില്ല. അത് കുറച്ച് ആശങ്ക കുറയ്ക്കുന്നുണ്ടെങ്കിലും ഈ ഒരു തുടർച്ചയായി ഈ ഒരു രോഗം പടരുന്നത് വലിയ ആശങ്കകൾക്കിടയാക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് തലവേദനയടക്കം പനിയും ഛർദിയും ബോധക്ഷമയും പെരുമാറ്റത്തിലെ വ്യത്യാസവും അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിലെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഇത് സാധാരണ നമുക്കൊരു പനി വരുന്നത് പോലെയോ അല്ലെങ്കിൽ ആ ഒരു രീതിക്കുള്ള ഒരു ലക്ഷണം മാത്രമായിട്ടായിരിക്കും തുടങ്ങുക. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു രോഗപ്രതിരോധ വിദ്യകൾ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വൈകുന്നു എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ ജില്ലാ ഭരണകൂടമടക്കം ഇതിൽ വലിയ പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഇതിൽ മരിച്ച 2 പേർ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ച 2 പേർ ഈ ഒരു വെസ്റ്റ് നൈൽ രോഗം ബാധിച്ച് തന്നെയാണോ മരിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വൃക്ക രോഗം ബാധിച്ച് അവർ ചികിത്സയിലായിരുന്നു. കൂടെ വെസ്റ്റ് നൈൽ രോഗം കൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് നൈൽ തന്നെയാണോ ഒരു മരണകാരണത്തിലേക്ക് എത്തിയതെന്ന് പരിശോധിച്ച് വരികയാണ്. അങ്ങനെ ഇനി തുടർ രോഗം പടരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളും ഈ ക്യുലക്സ് കൊതുകിനെ അടക്കം നശിപ്പിക്കാനുള്ള മാർഗങ്ങളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു വരികയാണ്. മേഘന മുരളി കോഴിക്കോട്ട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.